ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിൽ 7ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്, അറിവിൻ്റെ ജാലകങ്ങൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്. എഴുതിയത് ചെമ്മനം ചാക്കോയാണേ. നമുക്കിന്ന് വായിച്ചു നോക്കാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. മാനത്ത് ചന്ദ്രനുണ്ടെന്ന് കുട്ടി എങ്ങനെയാ കണ്ടത്? കണ്ണുപയോഗിച്ചാണ് കണ്ടത് അല്ലേ? ഇനി നോക്കിക്കേ, കുയിൽ കൂകുന്നതുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ല ഞാൻ, ചെവിയാൽ കേട്ടതല്ലയോ. കുയിൽ കൂകുന്നത് കുട്ടി എങ്ങനെയാ അറിഞ്ഞത്? ചെവി കൊണ്ട് കേട്ടപ്പോഴാണ്. അടുത്ത് നോക്കിക്കേ, മുല്ലമുട്ടു വിരിഞ്ഞെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ, മൂക്കിൽ വാസനയെത്തവേ. കുട്ടി എങ്ങനെയാ അറിഞ്ഞത് മുല്ലപ്പൂ വിരിഞ്ഞെന്ന്? കുട്ടിയുടെ മൂക്കില് മണമെത്തിയപ്പോഴാണ് അറിഞ്ഞത്. വീശുന്നു കുളിർ കാറ്റെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞേനൻ തൊലിമേൽ വന്ന് തട്ടവേ. എന്താ പറയുന്നത്? കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ടെന്ന് കുട്ടി എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുക. അപ്പം എങ്ങനെ അറിഞ്ഞെന്നാ പറയുന്നേ? കുട്ടിയുടെ തൊലിയിൽ വന്ന് അത് തട്ടിയപ്പോഴാണ് കുട്ടി അറിഞ്ഞത്. മധുരം തേനിനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, തേനിന് മധുരമാണെന്ന് എങ്ങനെയാ കുട്ടി അറിഞ്ഞത്? നോക്ക്, ആരും ചൊല്ലാതറിഞ്ഞല്ലോ, നാവുകൊണ്ട് രുചിച്ചു ഞാൻ. അപ്പോൾ എന്താണ്? രുചി അറിഞ്ഞത് നാക്കും കൊണ്ടാണ് അല്ലേ? കേട്ടത് എങ്ങനെയാണ്? ചെവി കൊണ്ടാണ്. അതുപോലെ തന്നെ കാറ്റ് എവിടെയാ വന്ന് തട്ടിയത്? അതിൻ്റെ ശരീരത്തിലാണ് തട്ടിയത് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മൾ കവിത വായിച്ചപ്പോൾ കാതും മൂക്കും കണ്ണും തുറന്നു വെച്ചപ്പോൾ പ്രകൃതിയിലെ പല കാര്യങ്ങളും കുട്ടിക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ ചുറ്റിനും പല ജീവികളുണ്ടല്ലേ, അവയ്ക്കെല്ലാം ഇതുപോലെ അവയവങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും നമ്മൾ ആഹാര സാധനങ്ങൾ വെച്ചാൽ, മധുരം വെച്ചാൽ അവിടെ ആരെത്തും? ഉറുമ്പെത്തും അല്ലേ? ഉറുമ്പ് എങ്ങനെയാണ് അങ്ങനെ എത്തുന്നത്? ഉറുമ്പിന് എങ്ങനെയാണ് അവിടെ ആഹാരം ഇരിക്കുന്നു, പഞ്ചസാര ഇരിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതുപോലെ തന്നെ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്തോണ്ട് പോകുന്ന പരുന്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പൊക്കത്തിൽ പറക്കുന്ന പരുന്ത് താഴെ ഇരിക്കുന്ന ഇരയെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉറങ്ങുന്ന നായയുടെ അടുത്തോട്ട് നമ്മൾ ശബ്ദമുണ്ടാക്കാതെ പോകുമ്പോൾ അത് പയ്യെ അതിൻ്റെ ചെവി എങ്ങനെ ആ സൗണ്ട് കേൾക്കുന്ന ദിശയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? ഭക്ഷണം മണത്തറിയാനും ഇരയെ തിരിച്ചറിയാനും വളരെ ചെറിയ ശബ്ദം പോലും കേൾക്കാനും എങ്ങനെയാണ് ജീവികൾക്ക് കഴിയുന്നത്? ഈ അറിവുകൾ നേടുന്നതിന് അവയെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഉറുമ്പ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നും പരുന്ത് എങ്ങനെയാണ് കാണുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഉറുമ്പുകൾ സ്പർശഗ്രാഹികളുടെ സഹായത്തോടെയാണ് ആഹാരത്തിന്റെ സാന്നിധ്യം അറിയുന്നത്. മികച്ച ശ്രവണശക്തിയാണ് നായയ്ക്കുള്ളത്. കൂടാതെ ശബ്ദസ്രോതസ്സിന്റെ ദിശയിലേക്ക് ചെവികളെ ചലിപ്പിക്കാനുള്ള കഴിവും അവയ്ക്കുണ്ട്. പരുന്തിന് വളരെ ദൂരത്തു നിന്ന് തന്നെ വസ്തുക്കളെ കാണാനുള്ള കഴിവുണ്ട്. ഇതിനുള്ള അനുകൂലനം അവയുടെ കണ്ണുകളിലുണ്ട്. നോക്കിക്കേ, കണ്ണ് നൽകുന്ന വിവരങ്ങൾ. ഇവിടെ ഒരു മരത്തിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകൾ? മരത്തിന്റെ ഉയരം, മരത്തിന്റെ കളറ്, പിന്നെന്താണ് ഇലയുടെ ആകൃതി, പിന്നെ വണ്ണം, ഉയരം, ഇതെല്ലാം നമുക്ക് ഈ മരത്തിലേക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. നാം നേടുന്ന അറിവുകളിൽ ഏറിയ പങ്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാഴ്ചയിലൂടെയാണ് അല്ലേ? പല കാര്യങ്ങളും നമ്മൾ കണ്ണിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ശരിയല്ലേ? കാഴ്ച സാധ്യമാകുന്നതിന് നമ്മെ സഹായിക്കുന്ന കണ്ണിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺപോളയുണ്ട്, പിന്നെന്താണ് കൃഷ്ണമണിയുണ്ട്, പിന്നെന്താണ് കൺപീലികളുണ്ട്. അത് മാത്രമല്ല കാഴ്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം. നാം കാണുന്നതെങ്ങനെ? ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് എന്താണ് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ പ്രതിബിംബത്തെ ഭിത്തിയിൽ പതിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലും ഇതുപോലെ ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസും നാം കാണുന്ന വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിലുണ്ടാക്കുന്നുണ്ട്.
ഓക്കെ, ഇവിടെ പ്രതിബിംബം പതിഞ്ഞത് എവിടെയാണ്? ഭിത്തിയിലാണ് പതിഞ്ഞത് അല്ലേ? അതുപോലെ നമ്മുടെ കണ്ണിൽ ഒരു സ്ക്രീൻ ഉണ്ട്, അതേതാണ്? റെറ്റിനയാണ്. അപ്പോൾ റെറ്റിനയിലാണ് എന്ത് പതിക്കുന്നത്? പ്രതിബിംബം തലകീഴായി പതിക്കുന്നത്. നേത്രനാഡി എന്ത് ചെയ്യുന്നു? ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറ് വസ്തുവിന്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഇതാണ്ട് നമ്മൾ കാണുന്നത് കണ്ടോ? റെറ്റിനയിൽ വന്ന് പതിച്ചിട്ട് പിന്നെന്ത് ചെയ്യാണ്? നേത്രനാഡികൾ ഈ സന്ദേശത്തെ തലച്ചോറിൽ എത്തിച്ച് നമുക്ക് ആ വസ്തുവിനെ നേരെയാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിൽ നിന്നും പ്രതിപദിക്കുന്ന പ്രകാശം കണ്ണിലെ ലെൻസിലൂടെ കടന്നുപോയി വസ്തുവിന്റെ തല തിരിഞ്ഞതും ചെറുതുമായ പ്രതിബിംബത്തെ കണ്ണിനുള്ളിലെ റെറ്റിനയിൽ സൃഷ്ടിക്കുന്നു. രണ്ട് കണ്ണുകളിലും ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളെ സംയോജിപ്പിച്ച് ഒറ്റ ദൃശ്യമാക്കി മാറ്റുന്നത് ആരാണ്? തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രമാണ്. ഇങ്ങനെ തലച്ചോറിന്റെ സഹായത്തോടെയാണ് നാം നിവർന്നതും യഥാർത്ഥവുമായ വസ്തുവിനെ കാണുന്നത്. ഓക്കെ, നോക്കിക്കേ, രണ്ടു കണ്ണുകൾ എന്തിനാണ്? ഇവിടെ രണ്ട് പരീക്ഷണം പറയുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പേനയുടെ അടപ്പ് ഊരിയിട്ട് ഒരു കണ്ണടച്ച് എന്ത് ചെയ്യണം? ആ പേനയുടെ അടപ്പ് അതിൽ ഇട്ട് നോക്കണം. നമുക്ക് അതിടാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ രണ്ട് കണ്ണും തുറന്നു വെച്ചിട്ട് നമ്മൾ ആ പേനയുടെ ഒരു അടപ്പ് ഇടാൻ ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് രണ്ട് കണ്ണും തുറന്നു വെക്കുമ്പോൾ മാത്രമേ ആ ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരു കണ്ണടച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? അതിങ്ങനെ നമുക്ക് വേറൊരു രീതിയിലേക്ക് അത് മാറി മാറി പോകും. നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇവിടെ നോക്കിക്കേ, രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ദ്വിനേത്ര ദർശനം, ബൈനോക്കുലാർ വിഷൻ. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. ഒരു കണ്ണ് അടച്ചു പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അകലവും സ്ഥാനവും ഒന്നും തിരിച്ചറിയാൻ കഴിയത്തില്ല. രണ്ട് കണ്ണ് അത് സാധ്യമാക്കി തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കണ്ണിന് വേറെ ചില സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു, ത്രിമാന കാഴ്ച, നീളം, വീതി, ഉയരം, കനം, അകലം എന്നിവ അറിയാനുള്ള കഴിവുണ്ട്. നോക്കിക്കേ, കാഴ്ചയില്ലാത്തവരുടെ ലോകം. നമുക്കറിയാം നമ്മുടെ ചുറ്റിനും കാഴ്ചയില്ലാത്തവരുണ്ട് അല്ലേ? നമുക്ക് കുറച്ചു നേരം കണ്ണടച്ചിരുന്നാൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് കണ്ണില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ? ആകെ ഒരു ഇരുട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പൂർണ്ണമായും കാഴ്ചയില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെയല്ലേ? അവരുടെ ലോകം എന്താണ്? ഇരുട്ട് നിറഞ്ഞതായിരിക്കും അല്ലേ? നോക്കിക്കേ, അവര് കണ്ണില്ലാത്ത ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയായിരിക്കും? ശബ്ദം കേട്ട് ആളുകളെ തിരിച്ചറിയുന്നുണ്ട്, തൊട്ടു നോക്കി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവര് ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അന്ധരെ എന്താണ് സഹായിക്കണം, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്ധർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റ് കെയിൻ. ഇത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. എന്താണ് ഇത്? ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലൂമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ സഹായിക്കും. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്ധരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും. നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് അന്ധരൊക്കെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് നടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ അവരിങ്ങനെ അത് ചെറുതായിട്ട് തട്ടിയാണ് പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് പോകുന്നവരെ കണ്ടാൽ അത് അവർക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ ഭൂപടം നമുക്ക് എങ്ങനെയാണ്? കാഴ്ചയുള്ളത് കൊണ്ട് അത് കണ്ടു മനസ്സിലാക്കാം അല്ലേ? നമ്മുടെ ഭൂപടത്തിൽ എന്തൊക്കെ കാണാം? നമുക്ക് സംസ്ഥാന അതിർത്തികളുണ്ട്, പർവ്വതങ്ങളുണ്ട്, നദികളുണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് കണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നാൽ കണ്ണ് കാണാത്തവര് എങ്ങനെ അത് തിരിച്ചറിയും? അപ്പോൾ പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടങ്ങളാണ് എന്ത്? എംബോസ്ഡ് മാപ്പ്. അപ്പോൾ കണ്ണ് കാണാത്തവര് എന്താണ് അത് സ്പർശിച്ച് ഓരോന്നും മനസ്സിലാക്കും. എങ്ങനെയാണ്? പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
അതാണ് എംബോസ്ഡ് മാപ്പ്. ഓക്കെ, ഇനി നോക്കിക്കേ, അന്ധരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന വേറെ സംവിധാനങ്ങളാണ് ബ്രെയിൽ ലിപി, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്. ഓക്കെ, ഇതൊക്കെ എക്സാമിന് വരുന്നതാണ്. നോക്കിക്കേ, ബ്രെയിൽ ലിപി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തുന്നത്. ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിലാണ് ഈ രീതി വികസിപ്പിച്ചത്. കണ്ടോ, ലൂയിസ് ബ്രെയിൽ, അദ്ദേഹമാണ് ഈ രീതി വികസിപ്പിച്ചത്. ഓക്കെ, നേത്രദാനം. എന്താ നേത്രദാനം? നോക്കിക്കേ, കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാകാം. നമ്മളോട് പറയുന്നുണ്ട് എന്താണ്, കണ്ണിൽ പൊടി വീണാൽ നമ്മളതിട്ട് തിരുമാൻ പാടില്ല. കണ്ണെന്ത് ചെയ്യണം? കഴുകി കളയണം. പിന്നെന്താണ്, ഇരുട്ടത്തിരുന്ന് ഫോണോ അല്ലെങ്കിൽ പഠിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ TV കാണരുത്, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്, കണ്ണിനുണ്ടാകുന്ന പല വൈകല്യങ്ങളും അന്ധതയ്ക്ക് കാരണമാകാം. ഇതിൽ ചില വൈകല്യങ്ങൾ എന്താണ്, നേത്രഭാഗങ്ങൾ മാറ്റിവെക്കുന്നതിലൂടെ പരിഹരിക്കാം. കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം. നേത്രദാനം എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചയുള്ള വ്യക്തിയുടെ നേത്രഭാഗങ്ങൾ മരണശേഷം മറ്റൊരാൾക്ക് നൽകുന്നതാണ് നേത്രദാനം. ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നേത്രദാനത്തിനുള്ള സമ്മതപത്രം നൽകിയ വിവരം അടുത്ത ബന്ധുക്കൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മരിച്ചു പോയാൽ അത് പറയാൻ നമ്മൾ കാണുമോ? ഇല്ല. അപ്പോൾ ഇത് നേരത്തെ ബന്ധുക്കളെ അറിയിക്കണം. നമ്മുടെ നേത്രം എന്താണ്, മരണശേഷം ഇത്ര മണിക്കൂറിനുള്ളിൽ അത് ദാനം ചെയ്യാം. ഇതാ ഇവിടെ അതിനൊരു പോസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇരുളടഞ്ഞ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കാൻ കണ്ണുകൾ ദാനം ചെയ്യൂ, നേത്രദാനം മഹാദാനം. ജീവിച്ചിരിക്കുന്നവർക്ക് വെളിച്ചമേകാനായി നമ്മുടെ കണ്ണുകൾ മരണശേഷം ദാനം ചെയ്തുകൂടെ? ഇതിനു വേണ്ട സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നത് ജീവിച്ചിരിക്കുമ്പോഴാണ്. നേത്രദാനത്തിനായി നേത്ര ബാങ്കുകളെ സമീപിക്കൂ. നേത്രദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്രം ദാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നൽകണം. നേത്രദാനം ചെയ്തയാൾ മരിച്ചാലുടൻ ബന്ധുക്കൾ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ വിവരമറിയിക്കണം. അവിടെ നിന്നും ഡോക്ടർ എത്തി കണ്ണുകളെടുത്ത് നേത്ര ബാങ്കിലേക്ക് മാറ്റും. ഇങ്ങനെ സ്വീകരിക്കുന്ന കണ്ണുകൾ കാഴ്ച തകരാറുള്ളവർക്ക് ഉപയോഗപ്പെടുത്തും. കണ്ണിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ കോർണിയ മാറ്റിവെക്കാൻ ഉപയോഗിക്കൂ. കണ്ണ് മൊത്തത്തിലൊന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ. ഓക്കെ, കണ്ണുകൾ സംരക്ഷിക്കാം. എത്ര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കണ്ണുകൾ. അവയെ സംരക്ഷിക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം? കണ്ണിൽ പൊടി വീണാൽ ഊതുകയോ തിരുമുകയോ ചെയ്യരുത്. സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്? പോയി ഊതി കൊടുക്കാറുണ്ടല്ലേ? അങ്ങനെ ചെയ്യരുത്. തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയണം. മങ്ങിയ പ്രകാശത്തിലോ തീവ്ര പ്രകാശത്തിലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വായിക്കരുത്. കുട്ടികളെല്ലാം ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്താ, ബസ്സിലിരുന്ന് വായിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ല സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ഇങ്ങനെ വണ്ടി അനങ്ങുന്നതിനനുസരിച്ച് കണ്ണു ഇരുന്ന് എന്ത് ചെയ്യും? അനങ്ങും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. TV കാണുമ്പോൾ നിശ്ചിത അകലം പാലിക്കണം. മുറിയിൽ ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവണം. രാസവസ്തുക്കൾ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കണം. കളിക്കുമ്പോൾ കൂർത്ത വസ്തുക്കൾ കണ്ണിൽ കൊള്ളാതെ നോക്കണം. മനുഷ്യന്റെ കാഴ്ചാവിശേഷം നമ്മൾ കണ്ടു. നമുക്കിനിയും ചില ജീവികളുടെ കാഴ്ചാവിശേഷം നോക്കാം. മരയോന്തിൻ്റെതും മൂങ്ങ, പൂച്ച. ഇവിടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. മരയോന്തിൻ്റെ കണ്ടോ, നോക്കിക്കേ. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ 2 വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാനായിട്ട് കഴിയും. മൂങ്ങയുടെ നോക്കിക്കേ. മൂങ്ങയുടെ തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ 2 കണ്ണുകളുണ്ട്. കണ്ടോ, 2 കണ്ണുകളുണ്ട്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ആർക്ക് സാധിക്കും? ഇതിന്റെ തല എങ്ങനെയാ, റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇതിന് പിറകിലെ കാഴ്ചകൾ കാണാനും സാധിക്കും. കണ്ടോ, ഇതിപ്പോൾ ഇരിക്കുന്നത് കണ്ടോ, അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് പോലെ, പക്ഷെ അതിന്റെ തല കണ്ടോ, ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പൂച്ചയുടെ നോക്കിക്കേ. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയതും നമ്മൾ കണ്ടിട്ടുണ്ട്. പൂച്ച വെട്ടത്ത് നിൽക്കുവാണ്, അതിന്റെ കണ്ണിലെ കൃഷ്ണമണി എങ്ങനെ ഇരിക്കും? ഇങ്ങനെ നൂല് പോലെ നിവർന്നിരിക്കും ഇല്ലേ? പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കുന്നു. ഈച്ച, തുമ്പി എന്നിവയുടെ കണ്ണുകൾ നിരവധി അറകളായിട്ടാണ് കാണുന്നത്. ഇവ ഓരോന്നും ഓരോ ലെൻസുകളാണ്. 30,000 ലെൻസുകൾ വരെ ആനത്തുമ്പിയുടെ കണ്ണുകളിലുണ്ട്. ഇത്തരം കണ്ണുകൾ കോമ്പൗണ്ട് ഐസ് എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഒരു വസ്തുവിനെ
കാണുന്നത് പോലെയല്ല അവ കാണുന്നത്. ഓരോ ലെൻസിലും രൂപപ്പെടുന്ന പ്രതിബിംബങ്ങൾ കൂടിച്ചേർന്നാണ് അവയുടെ കാഴ്ച. മൊസൈക് വിഷൻ എന്നാണ് പറയുന്നത്. കണ്ണടച്ചാലും അറിയും. നമുക്ക് കാഴ്ചകൾ കണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത്. എന്നാൽ കണ്ണടച്ചിരുന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ചെവിയിലൂടെയാണ് അല്ലേ? കേൾക്കാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ്? ചെവിയാണ്. ചെവിയുടെ ഏത് ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ പുറമേയുള്ള ചെവിക്കുടയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചെവിക്കുടയുടെ ഉപയോഗം എന്താണ്? ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കലാണ് ചെവിക്കുട ചെയ്യുന്നത്. ഈ ശബ്ദം ചെവിക്കുള്ളിലെ പല ഭാഗങ്ങളിലൂടെ കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് ശബ്ദം തിരിച്ചറിയുന്നത്. ഓക്കെ. പുറത്തുനിന്നുള്ള ശബ്ദത്തെ ചെവിക്കുടകൾ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. ഈ കമ്പനം കർണപടത്തോട് ചേർന്നിരിക്കുന്ന അസ്ഥി ശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. ഇത് ആന്തരകർണത്തിലേക്ക് വ്യാപിച്ച് അവിടെയുള്ള നാഡീകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി ശ്രവണനാഡികൾ വഴി തലച്ചോറിലെ ശ്രവണകേന്ദ്രത്തിലെത്തുന്നു. തലച്ചോറിന്റെ സഹായത്തോടെ യഥാർത്ഥ ശബ്ദം അനുഭവപ്പെടുന്നു. നോക്കിക്കേ, മുൻകൂട്ടി അറിയുന്നവർ ആരാണ്? ഭൂചലനം, സുനാമി എന്നിവ മുൻകൂട്ടി അറിയാനുള്ള ചില ജീവികളുടെ കഴിവിനെ ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. 2004 ഡിസംബറിൽ ഉണ്ടായ സുനാമിക്ക് മുൻപ് തന്നെ ആൻഡമാൻ ദ്വീപിലെ ആദിവാസികൾ അപായ സൂചന ജീവികളിൽ നിന്നും മനസ്സിലാക്കി. ചില ജീവികളുടെ പെരുമാറ്റത്തിൽ കണ്ട മാറ്റമാണ് ഇതിന് അവരെ സഹായിച്ചത്. നമ്മൾ കേൾക്കാറുണ്ടല്ലേ, എന്തെങ്കിലും പ്രതിഭാസങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ആദ്യം നായ അല്ലെങ്കിൽ പശു എന്നിവയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാറുണ്ട്. അവ എന്നിട്ട് ബഹളം ഉണ്ടാക്കാറുണ്ട്. അവ അവിടുന്ന് ഓടി മാറാൻ പറ്റുന്ന നായയൊക്കെ ആണെങ്കിൽ ഓടി മാറാറുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, നോക്കിക്കേ, ചെവി സംരക്ഷിക്കാം. ഇവിടെ ചെവിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, ചെവിയുടെ ഉൾഭാഗവും കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ചില വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചെവിക്കുള്ളിലേക്ക് താക്കോലും അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കൈ കിട്ടുന്നതൊക്കെ ചെവിയിൽ ഇടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്യരുത്. അത് ചെവിയെ ദോഷകരമായിട്ട് ബാധിക്കും. നോക്കിക്കേ, ചെവിക്ക് അപകടം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്. വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾപ്പിക്കരുത്. ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്. ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത്. പല കാരണങ്ങളാൽ മനുഷ്യന്റെ കേൾവിശക്തി നഷ്ടപ്പെടാറുണ്ട്. കേൾവിയില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിക്കാനാവില്ല. ഇവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. എന്തിനാ ശ്രവണ സഹായികൾ വെക്കുന്നേ? കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ചെവി കേൾക്കാത്തവർ വെക്കുന്നതാണ്. ഇവയിൽ ശബ്ദം വ്യക്തമായി കേൾപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ശ്രവണ സഹായികൾ. കണ്ടോ? നോക്കിക്കേ, പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണം ഉപയോഗിച്ച് തറയിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു. അതിനാ പറയുന്നത് നമ്മൾ ഒച്ചത്തിൽ നടക്കണമെന്നൊക്കെ പറയത്തില്ലേ? പാമ്പ് വരുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കി നടക്കണമെന്ന് പറയത്തില്ലേ? അപ്പൊ അതിന് പ്രതലത്തിലൂടെ ശബ്ദം കേൾക്കാൻ കഴിയും. ഓക്കെ, വായിലൂടെ അതിന് ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? അതിന് ബാഹ്യകർണമില്ല. മണം അറിയാൻ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പഴുത്ത ചക്ക, നമ്മുടെ സമീപത്ത് എവിടെയെങ്കിലും ഒരു പഴുത്ത ചക്ക മുറിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതിൻ്റെ മണം നമുക്ക് കിട്ടാറുണ്ടല്ലേ. മണം അറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? മൂക്കാണ്. നമുക്ക് മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം മൂക്കാണ്. ഓക്കെ, ഭക്ഷണ സാധനങ്ങൾ കേടുവന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ചീഞ്ഞ മണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദുർഗന്ധം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. നമുക്ക് അതും തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലേ. എന്തെങ്കിലും ജീവി ചത്ത് കിടക്കുന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ദുർഗന്ധം നമ്മുടെ മൂക്കിലേക്ക് അടിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ചോക്ക്, പേന, പെൻസിൽ എന്നിവ മണത്ത് നോക്കി തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ? ഇല്ല. മനുഷ്യന് പൊതുവെ ഘ്രാണശക്തി കുറവാണ്. പല ജീവികൾക്കും മനുഷ്യനേക്കാൾ ഘ്രാണശക്തിയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം.
ഘ്രാണശക്തിയിലെ വമ്പന്മാർ. സ്രാവുകളാണ് ഘ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ. കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാൻ ആർക്ക് കഴിയും? സ്രാവുകൾക്ക് കഴിയും. മണത്തറിയാനുള്ള ഏറിയ കഴിവുള്ള മറ്റൊരു ജീവി ആരാണ്? നമ്മുടെ നായയാണ്. നായകൾക്ക് അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ചു വരാനുള്ള വഴി മണത്തറിയാൻ വേണ്ടിയിട്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. നായയ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായതുകൊണ്ടാണ് അവയെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കുറ്റാന്വേഷണ രംഗത്ത് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. നോക്കിക്കേ, പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് പുറത്തേക്കിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിനൊപ്പം ഗന്ധകണികകൾ മൂക്കിനുള്ളിലെത്തി അവിടെയുള്ള ഗന്ധഗ്രാഹികളെ ഉത്തേജിപ്പിക്കുന്നു. ഗന്ധനാഡികൾ ഈ ഉത്തേജനത്തെ സന്ദേശങ്ങളാക്കി തലച്ചോറിലെ ഗന്ധകേന്ദ്രത്തിലെത്തിക്കുന്നു. 10,000-ലധികം വ്യത്യസ്ത ഗന്ധങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ തലച്ചോറിനുണ്ട്. രുചിയുടെ ലോകം. നമ്മൾ നാക്ക് ഉപയോഗിച്ചാണ് രുചി അറിയുന്നത് അല്ലേ? അപ്പോൾ രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവമാണ് നാക്ക്. രുചി അറിയുന്ന വിധം: ഭക്ഷണം ഉമിനീരിലലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. എങ്ങനെയാണ്? ഭക്ഷണം ഉമിനീരിലലിഞ്ഞ് നാക്കിലുള്ള രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാഡികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത്. ആഹാരത്തിലെ ഉപ്പ്, പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ്. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള രസമുകുളകൾ. കണ്ടോ? നമ്മുടെ നാക്കിൻ്റെ ഏത് ഭാഗത്താണെന്ന് കാണിച്ചിട്ടുണ്ട്. പുളി കണ്ടോ? ഉപ്പ് എവിടെയാണ് അറിയുന്നത്? അതുപോലെ തന്നെ മധുരം നാവിൻ്റെ തുമ്പത്താണ് അറിയുന്നത്. ഉപ്പ് കണ്ടോ? 2 സൈഡുകളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ പുളി 2 സൈഡുകളിലായിട്ടുണ്ട്. കയ്പ് ദാ ഈ നടുഭാഗത്താണ് കയ്പ് അറിയുന്നത്. ഓക്കെ. രുചിയും മണവും. രുചി എന്നത് നാവിനോടൊപ്പം മണവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ജലദോഷം മൂലം മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ മണം അറിയാത്തതുകൊണ്ട് രുചിയും കുറയും. തൊട്ടറിയാം. ഒരു കുഞ്ഞിനുറുമ്പ് ശരീരത്തിലൂടെ ഇഴയുന്നത് നാം അറിയാറുണ്ട്. ചൂടുള്ള ചായ കുടിക്കുമ്പോഴും കാലിൽ മുള്ളു കൊള്ളുമ്പോഴും നാം അറിയാറുണ്ട്. എങ്ങനെ ഇത് സാധ്യമാകുന്നത്? സ്പർശനം അറിയുന്നത് എന്തിലൂടെയാണ്? ത്വക്കിലൂടെയാണ്. അപ്പോൾ ത്വക്ക് നമ്മുടെ ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞിരിപ്പുണ്ട്. സ്പർശനത്തിലൂടെ നമുക്ക് എന്തൊക്കെ തിരിച്ചറിയാൻ കഴിയും? ചൂട്, ആകൃതി, മിനുസം, വലുപ്പം, മാർദ്ദവം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മൾ ത്വക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കണം. കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം. അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കണം. ഓക്കെ. നമ്മുടെ ശരീരത്തിന് സ്പർശനം അറിയത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേനെ. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. മുറിവുണ്ടായാലും ക്ഷതങ്ങൾ ഉണ്ടായാലൊന്നും നമ്മൾ അറിയാതെ പോകും. ഓക്കെ. സ്പർശന ശക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല. വിരൽത്തുമ്പുകൾ, കവിൾ, ചുണ്ടുകൾ എന്നീ ഭാഗങ്ങൾക്കാണ് അധികം സ്പർശനശേഷിയുള്ളത്. സ്പർശം, ചൂട്, മാർദ്ദവം, വേദന എന്നിവ ഓരോന്നും അറിയുന്നതിന് ത്വക്കിൽ ഗ്രാഹികളുണ്ട്. വേദന അറിയാനുള്ള ഗ്രാഹികളാണ് കൂടുതൽ. ഇത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള സംരക്ഷണത്തിനാവശ്യമാണ്. ചൂട് അറിയാനുള്ള ഗ്രാഹികളാണ് കുറവ്. സ്പർശഗ്രാഹികൾ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ കൂടുതലും ചില ഭാഗങ്ങളിൽ കുറവുമാണ്. തൊട്ടുനോക്കാൻ വിരൽ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. ഏറ്റവും വലിയ ഇന്ദ്രിയവും വലിയ അവയവവും ഏതാണ്? ത്വക്കാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നില്ലേ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന്? ത്വക്കാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്. എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട്. മനുഷ്യന്റെ ഏതാണ് ഇന്ദ്രിയം? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ. എത്രണ്ണം ഉണ്ട്? 5 എണ്ണം. നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളെയാണ് എന്തു പറയുന്നത്? ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി നോക്കിയേ, സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലുപ്പത്തിൽ 7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.
താങ്ക് യു.